ഈ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എടുത്തു നോക്കിയാൽ UDFിൻ്റെ ഒരു സുനാമിയാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ഈ നാട് വെറുത്തു കഴിഞ്ഞിരിക്കുന്നു, പൊറുതിമുട്ടിയിരിക്കുന്നു. 10 വർഷത്തെ ദുസ്സഹമായ ഈ ഭരണത്തെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ആവേശത്തോടുകൂടി ഏപ്രിൽ മാസം 9-ാം തീയതി ഇവിടെയുള്ള ഓരോ സാധാരണക്കാരും ജനാധിപത്യത്തിൻ്റെ ആ വലിയ അവസരം ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്. ഈ 10 വർഷം വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാരുടെ നട്ടലൊടിഞ്ഞ കാലമാണ്. വീട്ടുനികുതിയും ബിൽഡിംഗ് ടാക്സും വസ്തുനികുതിയും സ്റ്റാമ്പ് ഡ്യൂട്ടിയും പെർമിറ്റ് ഫീസുമൊക്കെ 8-10 ഇരട്ടിയാക്കിയ ഒരു സർക്കാർ, അതിന് നേതൃത്വം നൽകിയ വകുപ്പിൻ്റെ തലവൻ ആര് എന്നതടക്കം ഈ തൃത്താലയിൽ സ്വാഭാവികമായി തന്നെ ചർച്ചയാവും. നമ്മൾ ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ 2011 മുതൽ 16 വരെ ഭരണം നടത്തിയപ്പോൾ, നമ്മുടെ ഭരണം 2016 കേരളത്തിൽ ആകെ ഉണ്ടായിരുന്നത് 29 ബാറുകൾ മാത്രമായിരുന്നുവെങ്കിൽ ഇന്നിതാ 930-ലേറെ ബാറുകൾ സുലഭമായി ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു വന്നിരിക്കുന്നു. ആ ബാറുകൾക്ക് പ്രവർത്തന സമയം നീട്ടിക്കൊടുത്തിരിക്കുന്നു. പോകുന്ന പോക്കിൽ ഇന്നിതാ ഏറ്റവും ഒടുവിൽ ചില വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ക്ലാസിഫിക്കേഷന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പോലും ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത ബാറുകൾക്ക് പോലും ലൈസൻസ് പുതുക്കി നൽകാനുള്ള രഹസ്യ നീക്കങ്ങളുമായി സർക്കാർ ഉത്തരവുകൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് ഇവിടെ പുറത്തു വന്നിരിക്കുന്നു. വലിയ കോടികളുടെ അഴിമതി മടക്കുകയാണ്. ആ കോടികളുടെ പണക്കൊഴുപ്പ് നമുക്ക് ചുറ്റിലും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ബാർ മുതലാളിമാരുടെയും അത്തരത്തിലുള്ള മാഫിയകളുടെയും പണക്കൊഴുപ്പിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാന പ്രദർശന വേദിയായി ഈ തൃത്താല നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വലിയ വലിയ പരസ്യങ്ങൾ നൽകുന്നു. പ്രത്യേക സപ്ലിമെന്റുകൾ, കപട അവകാശവാദങ്ങളും ഉയർത്തിക്കൊണ്ട് നമുക്ക് മുമ്പിലേക്ക് എത്തുന്നു. ആരാണ് അതിനു വേണ്ടി പണം മുടക്കുന്നത്? ആരുടെയൊക്കെ താല്പര്യങ്ങളാണ് അതിൻ്റെ പുറകിൽ നിൽക്കുന്നത്? ഈ നാടിന് സ്വാഭാവികമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ എല്ലാത്തരം മാഫിയകളെയും കഴിഞ്ഞ 5 വർഷം വളർത്തി വലുതാക്കിയ ഒരു ഭരണ സംവിധാനം, മാഫിയകളുടെ ഇഷ്ടത്തോഴനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന അതിൻ്റെ നായകർ, അവരുടെ ജനവിരുദ്ധതയ്ക്കെതിരെ, ഈ നാടിനെ നശിപ്പിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ഈ നാടിൻ്റെ വീണ്ടെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം. നമ്മളത് പോരാടി നേടുക തന്നെ ചെയ്യും. നമ്മളിവരെ മുട്ടുകുത്തിക്കുക തന്നെ ചെയ്യും. ഈ നാടിൻ്റെ മണ്ണിനെയും പ്രകൃതിയെയും ഈ നാട്ടിലെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിച്ചുകൊണ്ട് സ്വൈരജീവിതം ഉറപ്പു നൽകിക്കൊണ്ട് വികസനോന്മുഖമായ പ്രവർത്തനങ്ങളുടെ ഒരു നല്ല കാലം ഞാനിതാ നിങ്ങൾക്ക് മുമ്പിൽ വാഗ്ദാനം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി തൃത്താലയുടെ വികസന കാലം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളെനിക്ക് ഒരു വലിയ അവസരവും സൗഭാഗ്യവുമാണ് നൽകിയത്. ഞാൻ ആദ്യമായി നിങ്ങളുടെ പ്രതിനിധിയായി കടന്നു വരുമ്പോൾ എനിക്ക് 33 വയസ്സ് തികഞ്ഞിട്ടില്ല. ആ കാലം മുതൽ ഈ നാടിൻ്റെ മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പിലും എന്നോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ചാണ് ഇതെല്ലാം സാധ്യമാക്കിയത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, 2011 ചരിത്രപരമായ ഒരു തീരുമാനം ഈ തൃത്താല എടുക്കുന്നതിന് മുൻപ് ഈ തൃത്താല നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ BMN-BC ചെയ്ത ഒരൊറ്റ റോഡ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള ചരിത്രം ഈ നാടിന് മറക്കാൻ സാധിക്കുമോ?
വികസനത്തിന്റെ പേരിൽ വെല്ലുവിളികൾ നടത്തുന്ന ആളുകൾ 5 അല്ല 10 അല്ല, കഴിഞ്ഞ 35 വർഷത്തെ വികസനം ഒരുമിച്ച് ചർച്ചക്കെടുക്കാൻ തയ്യാറാവട്ടെ. ആ ഇരുണ്ട 20 വർഷക്കാലത്തേക്കുള്ള തിരിച്ചുപോക്കാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ നാടിന് മുമ്പിൽ വസ്തുനിഷ്ഠമായി പറയാൻ അവർ തയ്യാറായി കടന്നു വരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അങ്ങനെയാണ് നമ്മൾ തൃത്താലയിൽ ആദ്യമായി BMNBC റോഡുകൾ കൊണ്ടുവന്നത്. ഈ ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള തണത്തറ പാലം ചാലിശ്ശേരിയിൽ, ആ പാലവും ആ ചാലിശ്ശേരിയിൽ നിന്ന് തുടങ്ങി ഈ കൂറ്റനാട് വഴി പട്ടാമ്പി വരെയുള്ള റോഡും ആദ്യമായി BMNBC നിലവാരത്തിലേക്ക് ഉയർന്നത് 2011 ശേഷമാണ്. അവിടെ നിന്ന് കൂട്ടുപാതയിൽ നിന്ന് 2 ഘട്ടങ്ങളായി ആറങ്ങോട്ടുകര വരെയുള്ള റോഡുകൾ BMNBC നിലവാരത്തിലേക്ക് ഉയർന്നത് ആ കാലഘട്ടത്തിലാണ്. ഈ കൂറ്റനാടിൽ നിന്ന് തൃത്താലയിലേക്കുള്ള റോഡ് BMNBC ആയത് ആ കാലഘട്ടത്തിലാണ്. കൂറ്റനാട് നിന്ന് തണ്ണീർക്കോട് വഴി, പടിഞ്ഞാറങ്ങാടി വഴി, കുമരനെല്ലൂർ വഴി നമ്മുടെ ജില്ലാ അതിർത്തിയായ നീലിയാട് വരെയുള്ള റോഡ് BMNBC നിലവാരത്തിലേക്ക് മാറിയത് ആ കാലഘട്ടത്തിലാണ്. ഞാൻ സംസാരിക്കുന്നത് കൂറ്റനാട് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ 4 റോഡുകളെ കുറിച്ചാണ്. നടുവട്ടം തണ്ണീർക്കോട് റോഡ് BMNBC നിലവാരത്തിലേക്ക് ഉയർന്നത് ആ കാലഘട്ടത്തിലാണ്. തൃത്താല പട്ടിത്തറ റോഡ് ആ നിലവാരത്തിലേക്ക് ഉയർന്നത് ആ കാലഘട്ടത്തിലാണ്. തൃത്താല പടിഞ്ഞാറങ്ങാടി റോഡ് BMNBC ചെയ്തത് ഈ നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ BMNBC റോഡ് എന്ന നിലയിലാണ്. 2012 നമുക്കത് സാധ്യമാക്കാൻ കഴിഞ്ഞത്. വെള്ളിയാങ്കലിൽ നിന്ന് പാലത്തറ ഗേറ്റ് വരെയുള്ള പരുതൂരിലെ ആദ്യത്തെ BMNBC റോഡ് ആ കാലഘട്ടത്തിൽ നമ്മൾ സാധ്യമാക്കിയതാണ്. കൊടിക്കുന്ന് നിന്ന് പള്ളിപ്പുറം വരെയുള്ള റോഡ് ആ കാലഘട്ടത്തിലാണ് നമ്മൾ സാധ്യമാക്കിയത്. ആനക്കര കുമ്പിടി റോഡ് ആ കാലഘട്ടത്തിലാണ് നമ്മൾ സാധ്യമാക്കിയത്. ഈ നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും BMNBC റോഡുകൾ കൊണ്ടുവന്നത് നമ്മളാണ്. CPMന് കുത്തക ഭൂരിപക്ഷം നൽകുന്ന ഈ നാഗലശ്ശേരിയുടെ ഹൃദയത്തിലൂടെ പെരുങ്ങോട് ചാലിശ്ശേരി റോഡ് BMNBC നിലവാരത്തിലേക്ക് ഉയർത്തിയത് ആ കാലഘട്ടത്തിലാണ്. എന്നിട്ടിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ പഴയ റോഡുകൾ പലതും സ്വാഭാവികമായിട്ട് 10 വർഷം കഴിയുമ്പോൾ 12 വർഷം കഴിയുമ്പോൾ പുതുക്കി പണിയണം. അത് റീടാർ ചെയ്യുന്നത് പോലും വലിയ വികസന നേട്ടമായി കൊട്ടിഘോഷിക്കുകയാണ്. 5 വർഷം അവർക്ക് നമ്മൾ നൽകി. ഭരണപക്ഷ MLA ആയി, സ്പീക്കറായി, മന്ത്രിയായി ഈ 5 വർഷത്തിൽ 4.25 വർഷവും എങ്ങനെയായിരുന്നു തൃത്താല നിയോജക മണ്ഡലത്തിലെ റോഡുകൾ എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടോ? ഉണ്ടോ? ആ ദുരിതകാലം ഇനി അടുത്ത 4.25 വർഷം കൂടി ആവർത്തിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? വികസനം എന്ന് പറയുന്ന ഒരു തുടർച്ചയാണ്, ഒരു നൈരന്തര്യമാണ്, നിരന്തരമായ ഫോളോ അപ്പാണ്. 4.25 വർഷവും നാടിനെ അവഗണിച്ച് അധികാരവും പത്രാസും ഒക്കെയായി ഗർവ് കാണിച്ച് നടന്ന് മറ്റുള്ള ആളുകളോട് മുഴുവൻ പുച്ഛം, പരിഹാസം, ധാർഷ്ട്യം, ഔദ്ധത്യം. അതിനുശേഷം അവസാനത്തെ 3 മാസം വെളുക്ക ചിരിച്ചുകൊണ്ട് തോളത്ത് കൈയിട്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ തോളത്തെടുത്ത് വെച്ച് സെൽഫിക്ക് പോസ് ചെയ്താൽ അത് ജനകീയമായ പ്രവർത്തനമാണ് എന്നുള്ള തെറ്റിദ്ധാരണയുള്ള ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ ഈ 2026-ൽ? ആ നിലയിലുള്ള വികസനമല്ല നമുക്ക് വേണ്ടത്. ഞാനിത് വളരെ വസ്തുനിഷ്ഠമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 2011 മെയ് മാസത്തിൽ നിങ്ങൾ എന്നെ ഈ നാടിൻ്റെ MLA ആക്കി. 2011 മെയ് മാസത്തിൽ. ആ 2011 ഒക്ടോബർ മാസത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ റോഡുകൾ അടക്കമുള്ള റോഡുകൾക്ക് വേണ്ടി 20 കോടി രൂപ, അന്നത്തെ 20 കോടിയാണ് ആദ്യമായി അനുവദിക്കപ്പെടുന്നത്. 6 മാസത്തിനുള്ളിൽ. തൊട്ടടുത്ത മാസം അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചു. അതിൻ്റെ അടുത്ത മാസം അതിൻ്റെ DPR തയ്യാറായി. അതിനുശേഷം
വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് നമുക്ക് കടക്കാൻ സാധിച്ചു. ആ ടെൻഡറിന് ശേഷം അഗ്രിമെന്റ് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ സൈൻ ചെയ്ത് കോൺട്രാക്ടറെ കൊണ്ട് വർക്ക് തുടങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. 2012 മാർച്ച് മാസത്തിൽ അതിന്റെ നിർമ്മാണം യഥാർത്ഥത്തിൽ ആരംഭിച്ചു. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ കൊണ്ട് ആ റോഡുകൾ പൂർത്തീകരിച്ചു. അടുത്ത മഴക്കാലത്തിന് മുൻപ് തൃത്താലയിൽ ഭരണാനുമതി ലഭിച്ച റോഡുകൾ യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് ഈ നാടിന്റെ ഓർമ്മയിലേക്ക് എനിക്ക് കൊണ്ടുവരാനുള്ളത്. അല്ലാതെ 4 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, നടപടിക്രമങ്ങളാണ്, കോൺട്രാക്ടറെ കിട്ടാനില്ല, കോൺട്രാക്ടർ പകുതി വെച്ച് ഇട്ടേച്ചു പോയി, എന്നിട്ടൊരു കോൺട്രാക്ടറെ കാസർഗോഡ് നിന്ന് ഡിവൈഎഫ്ഐക്കാരെ വിട്ട് പിടിച്ചുകൊണ്ടുവരേണ്ടി വന്നു. ഇങ്ങനെയൊന്നും ആ കാലത്ത് ഉണ്ടായിട്ടില്ല. അനുമതി ലഭിച്ചാൽ, അനുമതി ലഭിക്കുന്നത് വരെയാണ് അതിനുവേണ്ടിയുള്ള പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തം. ആ അനുമതി ലഭിച്ചാൽ എത്രയും പെട്ടെന്ന് അതിന്റെ നിർവഹണത്തിലേക്ക് കടക്കാൻ സാധിക്കണം. അതിൻ്റെ ഇടയിലും ഫോളോ അപ്പ് വേണ്ടി വരും. തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ഇടപെട്ട് നീക്കേണ്ടതായിട്ട് വരും. ഞാനൊരു MLA മാത്രമായിരുന്നില്ലേ, ഇപ്പോഴുള്ള ആൾക്ക് 10-25 സ്റ്റാഫും പരിവാരങ്ങളും. ഓരോ റോഡിനും ഓരോ സ്റ്റാഫിനെ ചുമതലപ്പെടുത്തിയാൽ തന്നെ അതിന്റെ ഫോളോ അപ്പ് ഒക്കെ മതിയൊക്കെ നടക്കുമായിരുന്നു. അതൊന്നും ചെയ്യാതെ 2021 അനുമതി കിട്ടി എന്ന് പറഞ്ഞ റോഡുകൾ, 2022 അനുമതി കിട്ടി എന്ന് പറഞ്ഞ റോഡുകൾ, അതൊന്നും 2 വർഷം 3 വർഷം 4 വർഷം ചെയ്യാൻ കഴിയാതെ ഈ അവസാനത്തെ 3 മാസത്തിനുള്ളിൽ ചെയ്ത് മുഖം മിനുക്കിതാ തൃത്താലയിൽ റോഡുകൾ മുഴുവൻ നന്നായി എന്ന് പറഞ്ഞാൽ ആരുടെ ഓർമ്മയാണ് നിങ്ങൾ പരിഹസിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇത് സോഷ്യൽ മീഡിയ PR ക്യാമ്പയിനുകൾ അല്ലല്ലോ. ഇത് ഫ്ലെക്സ് വെച്ചാൽ മാറുന്ന യാഥാർത്ഥ്യങ്ങളല്ലല്ലോ. ഇവിടെ ഓരോരുത്തരുടെയും ഓർമ്മയിലുള്ള അവരുടെ നേരനുഭവങ്ങളല്ലേ. ഈ 4.25 വർഷവും ഈ മണ്ഡലത്തിൽ എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 മരണങ്ങൾ പോലും ഈ നാട്ടിലുണ്ടായിട്ടുണ്ട് റോഡുകളുടെ ശോച്യാവസ്ഥ കാരണം. ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവും. നിരന്തരമായി വികസന പ്രവർത്തനങ്ങളിൽ ഫോളോ അപ്പ് ചെയ്ത് ഇടപെട്ട് ഒരു ഫണ്ട് അനുവദിച്ച് കിട്ടിയാൽ അത് നിർവഹണത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയുടെ സാന്നിധ്യം ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകരോട് ഞാൻ വാക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ മെയ് മാസം മുതൽ അത്തരത്തിൽ ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി ഇവിടെ ഉണ്ടാകുക തന്നെ ചെയ്യും, നിങ്ങളൊപ്പം നിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ. റോഡ് നന്നാവാത്തതിൻ്റെ പേരിൽ കുറേ സമയത്തേക്ക് പലർക്കും പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. പൊതുപരിപാടികളിലേക്ക് കടന്നു ചെന്നാൽ നാട്ടുകാർ റോഡ് എവിടെ എന്ന് ചോദിച്ച് കൂവി ഓടിക്കുന്ന അവസ്ഥ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ചില മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. എന്നിട്ട് റോഡുകളുടെ ഓരോന്നിൻ്റെയും പിതൃത്വം എത്ര ലജ്ജാവിഹീനമായിട്ടാണ് അവകാശപ്പെടുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധിയായിരുന്ന കാലത്ത് 2021 മുൻപുള്ള കാലത്ത് ഭരണാനുമതി ലഭിച്ച ഒരു റോഡാണ് നമ്മുടെ മേഴത്തൂർ വട്ടോളിക്കാവ് റോഡ്. ആ സമയത്താണ് അതിൻ്റെ സാങ്കേതിക അനുമതി ലഭിച്ചത്. ആ സമയത്താണ് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത്. ആ സമയത്താണ് അതിൻ്റെ കോൺട്രാക്ടറെ കണ്ടുപിടിച്ച് വർക്ക് അവാർഡ് ചെയ്തത്. ആ സമയത്താണ് ആ കോൺട്രാക്ടറുമായി അഗ്രിമെന്റ് സൈൻ ചെയ്തത്. ആ സമയത്താണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫിസിക്കലായി ആരംഭിച്ചത്. ആ സമയത്താണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള 2 പാലങ്ങൾ പൊളിച്ചു പണിഞ്ഞത്, കൾവർട്ടുകളും ഡ്രെയിനേജുകളും പൂർത്തീകരിച്ചത്. അവസാനത്തെ ടാറിംഗ് പ്രവർത്തനം ഒഴിച്ച് ബാക്കി എല്ലാ പണികളും കഴിഞ്ഞ ഇലക്ഷൻ മുമ്പ് തന്നെ പൂർത്തീകരിച്ച മേഴത്തൂർ വട്ടോളിക്കാവ് റോഡ് ഇപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് വന്നപ്പോൾ വേറെ ആളുകളുടെ റോഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ വികസനത്തെക്കുറിച്ച് സംവാദം വേണമെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇതടക്കമുള്ള
UDFന്റെ ഓരോ സമ്മേളന വേദികളും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനാധിപത്യ സംവാദങ്ങളുടെ ഭാഗമായി തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ വികസന സംവാദങ്ങൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആർക്കാണ് കൂടുതൽ വികസനം നാടിനു വേണ്ടി ചെയ്യാൻ സാധിച്ചത് എന്നതിനെ കുറിച്ചുള്ള താരതമ്യങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആരെങ്കിലുമൊക്കെ സ്വന്തം പാർട്ടി വേദിയിൽ നിന്ന് വെല്ലുവിളിച്ചാൽ, സ്വന്തം അണികളെ ആവേശഭരിതരാക്കുന്നതിന് വേണ്ടി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ അവരുടെ താളത്തിനൊത്ത് 24 മണിക്കൂറിനകത്തും 48 മണിക്കൂറിനകത്തും ചെന്ന് നിൽക്കുക എന്നുള്ളതൊന്നും ഐക്യജനാധിപത്യ മുന്നണിയും ഈ നാടും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് എനിക്കറിയാം. കഴിഞ്ഞ 15 വർഷവും നമ്മൾ സംസാരിച്ചത് നാടിന്റെ വികസനത്തെക്കുറിച്ചാണ്. ഞാനിവിടെ എന്നാലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ഈ കേരളത്തിൽ മുഴുവൻ ഇങ്ങനെ 1-to-1 വികസന സംവാദങ്ങൾ വേണമെന്നാണ് CPMന്റെയും LDFന്റെയും തീരുമാനമെങ്കിൽ നമുക്ക് തൃത്താലയിലും ആവാം. ഇതേതായാലും തൃത്താലയിൽ മാത്രം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ. 140 നിയോജക മണ്ഡലങ്ങളിലും നടക്കുന്ന, കേരളം മുഴുവൻ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ ആദ്യത്തെ റിക്വയർമെന്റ്, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വികസന സംവാദങ്ങൾ ആദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും നടത്തി അവിടെ നിന്ന് തുടങ്ങട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറുണ്ടോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനുമായി നേരിട്ട് സംവാദം നടത്താൻ? അദ്ദേഹത്തിന്റെ 10 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രീ VD സതീശൻ കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദമായി മാറിയ കഴിഞ്ഞ 5 വർഷം, അതിനു മുമ്പ് ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന 5 വർഷം, ഈ 10 വർഷത്തിന്റെ കേരളത്തിലെ ഓരോ മേഖലയെക്കുറിച്ചും, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തടങ്ങുന്നതിനെക്കുറിച്ച്, കേരളത്തിൽ പൊതുകടം 4 ഇരട്ടിയായി വർദ്ധിച്ചതിനെക്കുറിച്ച്, വിലക്കയറ്റത്തെക്കുറിച്ച്, ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായതിനെക്കുറിച്ച്, ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കൂട്ടപലായനം നടത്തുന്ന അവസ്ഥയെക്കുറിച്ച്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയതിനെക്കുറിച്ച്, കേരളത്തിൽ 2500 രൂപ ക്ഷേമ പെൻഷനാക്കുമെന്ന് വാഗ്ദാനം നൽകി 4.25 വർഷവും അത് നടപ്പാക്കാതെ അവസാനം 400 രൂപ വർദ്ധിപ്പിച്ച് കണ്ണിൽ പൊടിയിടുന്ന ആ കാപട്യത്തെക്കുറിച്ച്, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്ന ലോക്കപ്പ് മർദ്ദനങ്ങളെക്കുറിച്ച്, സ്ത്രീകൾക്കെതിരെ ഉയർന്നു വരുന്ന അതിക്രമങ്ങളെക്കുറിച്ച്, ഏറ്റവും ഒടുവിൽ ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനെയും ഓരോ വിശ്വാസിയെയും വേദനിപ്പിച്ചുകൊണ്ട് ശബരിമലയിലെ സാക്ഷാൽ ധർമ്മശാസ്താവിന്റെ സ്വർണം പോലും കട്ടെടുത്ത കാട്ടുകള്ളന്മാരെ കുറിച്ച് ഒരു ചർച്ചയ്ക്ക് പിണറായി വിജയനും VD സതീശനും തയ്യാറാവുമോ? VD സതീശൻ തയ്യാറാവും. ഞങ്ങളിതാ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വാക്ക് നൽകുന്നു. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറുണ്ടോ? അദ്ദേഹം PR ഇന്റർവ്യൂകൾ നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ പലർക്കും. അങ്ങനെ ഏകപക്ഷീയമായ ഇന്റർവ്യൂകളും അതിലെ സുഖിപ്പിക്കുന്ന ചോദ്യങ്ങളും വിട്ട് പ്രതിപക്ഷ നേതാവുമായി സംവാദത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാവുകയാണെങ്കിൽ അതിന്റെ തുടർച്ചയായി 140 നിയോജക മണ്ഡലങ്ങളിലും ആ നിലയിൽ UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾ തമ്മിൽ സംവാദം നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ 141 ആവാൻ കാത്തിരിക്കേണ്ട മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും സംവാദം കഴിഞ്ഞാൽ ബാക്കിയുള്ള 140-ൽ ആദ്യത്തെ സംവാദം നമുക്ക് തൃത്താലയിൽ നടത്താം. അദ്ദേഹത്തോട് സംവാദം നടത്താൻ പോയിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ പോയി വീട്ടിൽ പോയി പറയടാന്നാണ് പറയുന്നത്.
ആ ആളുകളാണ് ജനാധിപത്യ സംവാദങ്ങൾക്കൊക്കെ വേണ്ടി വെല്ലുവിളിക്കുന്നത്. എന്നിട്ട് 24 മണിക്കൂറായി 26 മണിക്കൂറായി എന്ന് തുടർച്ചയായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതിന് പറയുന്നത് അദ്ദേഹം എന്തോ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അത്രേ. ആ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണമെന്നാണ്. നിങ്ങൾ പടച്ചുണ്ടാക്കുന്ന ഈ കള്ളങ്ങൾ, അർത്ഥസത്യങ്ങൾ, പെരുപ്പിച്ച് കാണിക്കുന്ന കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ നേരനുഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ PR വർക്കുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംവാദമാണ് ഇവിടെ സാധ്യമാവുക? ഞാൻ ഇന്നലെ അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന്റെ ഓൺലൈൻ ലിങ്ക് തേടിപ്പോയി. എന്താണ് അവകാശവാദങ്ങൾ എന്ന് അറിയണമല്ലോ, ഇനിയിപ്പോ സംവാദം വേണമെങ്കിൽ. ഞാൻ ഞെട്ടിപ്പോയി. അതിൽ 9ാമത്തെ പേജിൽ ഇതാ ഇങ്ങനെ തല ഉയർത്തി നമ്മുടെ കോളേജ്. നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇവർ പറഞ്ഞത് അങ്ങനെ ഒരു കോളേജേ ഇല്ല എന്നാണ്, അല്ലേ? ഓർമ്മയില്ലേ? ചാനൽ ചർച്ചയിൽ ഇവരുടെ നേതാക്കന്മാർ, ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ വന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കോളേജേ തൃത്താലയിൽ ഇല്ല എന്നാണ്. ഇപ്പൊ നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു 8.6 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് വിനിയോഗിച്ച് തൃത്താല ഗവൺമെന്റ് കോളേജിൽ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം 1.5 വർഷത്തിനകം പൂർത്തീകരിച്ചു. പ്രോഗ്രസ് കാർഡിലെ 9ാമത്തെ പേജിലെ ഐറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 8.6 കോടി രൂപ എന്നാണ് അനുവദിച്ചത്? നിങ്ങളുടെ കാലത്താണോ? ഞാൻ MLA ആയിരിക്കുന്ന സമയത്താണ്. 8.6 കോടിയുടെ ഭരണാനുമതി പുറത്തിറങ്ങിയത് ഞാൻ MLA ആയിരിക്കുമ്പോഴാണ്. അതിന്റെ സാങ്കേതിക അനുമതിയും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചത് ഞാൻ MLA ആയിരിക്കുമ്പോഴാണ്. അതിന്റെ ടെൻഡർ നടന്നത് ഞാൻ MLA ആയിരിക്കുമ്പോഴാണ്. അതിന്റെ കോൺട്രാക്ടറെ കണ്ടുപിടിച്ചത് ഞാൻ MLA ആയിരിക്കുമ്പോഴാണ്. അതിന്റെ കോൺട്രാക്ടറുമായി അഗ്രിമെന്റ് സൈൻ ചെയ്തത് ഞാൻ MLA ആയിരിക്കുമ്പോഴാണ്. അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതും ഞാൻ MLA ആയിരിക്കുമ്പോഴാണ്. ഇലക്ഷന് മുമ്പാണ്. ഇലക്ഷന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ 1 വർഷത്തിനുള്ളിൽ 1.5 വർഷത്തിനുള്ളിൽ അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടും. എന്നിട്ട് അത് പ്രോഗ്രസ് കാർഡിൽ അടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, കിഫ്ബി വഴി തൃത്താലയിൽ ഗവൺമെന്റ് കോളേജിന് പുതിയ ബിൽഡിംഗ് അനുവദിച്ചതിൽ ഇപ്പോഴത്തെ MLAയുടെ, മന്ത്രിയുടെ, മുൻ സ്പീക്കറുടെ, LDF സ്ഥാനാർത്ഥിയുടെ റോൾ എന്താണ്? ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ പിന്നെ ബാക്കിയായാലും ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോന്നോരോന്ന് ഏറ്റെടുക്കാം. ഏതെങ്കിലും ഒന്ന് ശരിയാവോ നോക്കണമല്ലോ, എന്നിട്ട് മതിയല്ലോ ബാക്കി വായിച്ചു നോക്കാൻ. അപ്പോ ആ കോളേജിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ നമ്മുടെ കോളേജ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നോക്കൂ, ഞാനിത് വീണ്ടും ആവർത്തിക്കുകയാണ്. തൃത്താലയിലൊരു കോളേജ് എന്ന് പറയുന്നത് എത്ര പതിറ്റാണ്ടുകളുടെ സ്വപ്നമാണ്. എത്ര പതിറ്റാണ്ടുകളുടെ, അല്ലേ? ഒരു എയ്ഡഡ് കോളേജെങ്കിലും തൃത്താലയ്ക്ക് വേണം എന്നുള്ളത് അതുപോലെ തന്നെയുള്ളൊരു ആവശ്യമായിരുന്നു. 2011 ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഗംഗാരം ഇതിലടക്കമുള്ള ആളുകൾ അന്ന് നമ്മളോട് ആവശ്യപ്പെട്ടത്, നമ്മൾ MLA ആയാൽ ഇത്തവണ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വരുമെന്നും പ്രതീക്ഷിക്കുന്നു, അങ്ങനെ വന്നാൽ നമുക്ക് പറക്കുളത്ത് ഒരു എയ്ഡഡ് കോളേജ് കൊണ്ടുവരണം. കാരണം ആ കോളേജ് എന്ന് പറയുന്ന എത്രയോ കാലത്തെ സ്വപ്നമാണ്. സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ നേരിട്ട് വന്ന് തറക്കല്ലിട്ടതാണ്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെങ്കിലും മന്നത്താചാര്യൻ നേരിട്ട് വന്ന് തറക്കല്ലിട്ട ഒരു പദ്ധതി ആ നിലയിൽ മുന്നോട്ട് പോകാത്ത അവസ്ഥ എവിടെയും ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ കിടന്നിരുന്ന കോളേജാണ്. അപ്പം അത് കൊണ്ടുവരണം, അതിനുവേണ്ടി MLA ആയാൽ ശ്രമിക്കണം എന്നായിരുന്നു അന്ന് ആവശ്യം. നമ്മൾ ആ പറക്കുളത്തെ NSSന്റെ എയ്ഡഡ് കോളേജ് മാത്രമല്ല, ഒരു സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൂടി ഈ തൃത്താല നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നത് ഇപ്പൊ വേറെ ചില ആളുകൾ നഴ്സിംഗ് കോളേജ് കൊണ്ടുവന്ന പോലെ അല്ല കേട്ടോ. തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 2013 അനുവദിച്ചു. അനുവദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ 5 ഏക്കർ സ്ഥലം അതിനുവേണ്ടി കണ്ടെത്തി. നമ്മുടെ പ്രിയപ്പെട്ട K. മുഹമ്മദ് ഖയാണ് സൗജന്യമായിട്ട് സംഭാവന നൽകിയത്.
അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ വീണ്ടും ഇവിടെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു വർഷത്തെ മുഴുവൻ ഫണ്ടും 5 കോടി രൂപ അതിൻ്റെ കെട്ടിടത്തിന് വേണ്ടി ആ വർഷത്തെ തന്നെ നമ്മൾ നീക്കിവെച്ചു. അവിടെ വെള്ളിയാങ്കല്ലിൽ കാട് പിടിച്ച് കിടന്നിരുന്ന ഇറിഗേഷൻ്റെ ഓഫീസ് അത് നമ്മൾ താൽക്കാലിക ക്ലാസ് റൂമുകളായി പരിവർത്തനപ്പെടുത്തി. അവിടേക്ക് വേണ്ട ബെഞ്ചും ഡെസ്കും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മരക്കാർക്കയുടെ ബാങ്ക്, തൃത്താല സഹകരണ ബാങ്ക് സംഭാവനയായിട്ട് നൽകി. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പുവരുത്തി. അതിന് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം നേടി, UGCയുടെ അംഗീകാരം നേടി. അതിനുവേണ്ടി സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു. മറ്റ് അധ്യാപകരെ പലയിടങ്ങളിൽ നിന്നായി ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2013 വർഷത്തിൽ അനുവദിച്ച കോളേജ് 2013 നവംബർ മാസത്തിൽ തന്നെ ക്ലാസ് തുടങ്ങാൻ നമുക്ക് സാധിച്ചു. മലയാളത്തിൻ്റെ പ്രിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് തൃത്താല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ആദ്യത്തെ ക്ലാസ് എടുത്ത് ആ കോളേജ് ഔപചാരികമായി തുടക്കം കുറിച്ചത്. 2013 പ്രഖ്യാപിച്ചത് 2013 തന്നെ ക്ലാസ് ആരംഭിച്ചു. 2014 ആ കുട്ടികൾ സെക്കൻഡ് ഇയറായി. 2015 ആയപ്പോഴേക്കും ആ കുട്ടികൾ തേർഡ് ഇയറായി. 2016 ആയപ്പോഴേക്കും ആ കുട്ടികൾ 3 വർഷത്തെ ബിരുദ കോഴ്സ് പഠിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി പുറത്തിറങ്ങി. 5 വർഷത്തിനകത്ത് നടന്ന സംഭവമാണ് പറയുന്നത്. ഈ നാടിൻ്റെ ചരിത്രമാണ് പറയുന്നത്. ഒരു കോളേജ് പ്രഖ്യാപിക്കുകയല്ല, കോളേജ് ആരംഭിച്ച് അവിടുത്തെ ആദ്യത്തെ ബാച്ചിലെ വിദ്യാർത്ഥികൾ പഠനം പൂർത്തീകരിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാൻ 2ാമത്തെ ഇലക്ഷനെ നേരിട്ടത്. ഇപ്പൊ ഇതാ പറയുന്നു നഴ്സിംഗ് കോളേജ് ഉണ്ട്, വരും, വരാതിരിക്കില്ല. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, നിങ്ങൾ പ്രഖ്യാപിച്ച നഴ്സിംഗ് കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 40 സീറ്റിലേക്ക് പ്രൊവിഷണൽ അഡ്മിഷൻ നടത്താമെന്ന് പറയുന്നു. അതിനുശേഷം അതിൻ്റെ കണ്ടീഷൻസ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതൊക്കെ പരിഹരിക്കാമെന്നുള്ള ഉറപ്പിലാണ്. പരിഹരിക്കപ്പെട്ടിട്ടില്ല. വാഗ്ദാനം നൽകിക്കൊണ്ടാണ് കോളേജ് ആരംഭിക്കാൻ പോകുന്നത്രേ. എന്നിട്ട് അതിൽ പറയുന്നുണ്ട്, ഈ പരിശോധനകൾക്കൊക്കെ ശേഷം ഇവിടെ 40 സീറ്റ് അനുവദനീയമല്ല എന്ന് വന്നാൽ ആ 40 സീറ്റ് കട്ട് ചെയ്യാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇതാണ് ഇവർ പ്രഖ്യാപിച്ച നഴ്സിംഗ് കോളേജിന്റെ അവസ്ഥ. അപ്പൊ അതിനെ പ്രതീകാത്മകമായി ഓട്ടോറിക്ഷയൊക്കെ തേടി ആളുകൾ അന്വേഷിച്ചു പോകുന്ന ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും വലിയ അസ്വസ്ഥതയാണ്. ഓൺലൈനായിട്ട് അന്വേഷിച്ച് കാണാത്തോണ്ടാണ് ഓട്ടോറിക്ഷ എടുത്തെങ്കിലും ഇറങ്ങേണ്ടി വരുന്നത് ആളുകൾക്ക്. ഓൺലൈനായിട്ട് അന്വേഷിച്ച് കാണുന്നില്ല. എന്നിട്ട് പറയുന്നു 2026 മെയ് മാസത്തിന് ശേഷം അഡ്മിഷൻ നടത്താം. 2026 മെയ് മാസത്തിന് ശേഷം അവിടെ അഡ്മിഷൻ നടത്താൻ കഴിയുമോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു സർക്കാർ ഈ കേരളത്തിൽ 2026 മെയ് മാസത്തിൽ അധികാരത്തിൽ വരും. പുതിയൊരു സർക്കാർ. ഏതായാലും അങ്ങനെ ജനങ്ങൾക്ക് കപട വാഗ്ദാനം നൽകി വഞ്ചിച്ചു പോകലല്ല. നിങ്ങൾക്കിത് 2 വർഷം മുമ്പ് തുടങ്ങായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ 2024 മെയ് മാസത്തിൽ അഡ്മിഷൻ നടത്തായിരുന്നല്ലോ, അല്ലെങ്കിൽ 2025 മെയ് മാസത്തിൽ അഡ്മിഷൻ നടത്തായിരുന്നല്ലോ. എന്തിനല്ല ഈ അവസാന 3 ദിവസത്തിന് വെക്കുന്നത്, 3 മാസത്തിലേക്ക്? അപ്പൊ ഇതൊന്നും നടത്താനുള്ള ആത്മാർത്ഥതയോടു കൂടിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഓരോ കാര്യങ്ങളും വളരെ വിശദമായി ഇവിടെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വികസന സംവാദത്തിനൊക്കെ വെല്ലുവിളിക്കുന്ന ആളുകൾ വികസന കാര്യങ്ങളിൽ കാണിക്കുന്ന പ്രാഥമികമായിട്ടുള്ള താല്പര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ജനാധിപത്യപരമായ ഇത്തരം സംവാദ വേദികളോട് അവർ കാണിക്കുന്ന മര്യാദ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറയാം. ഞാൻ ഈ പറഞ്ഞതുപോലെ 2011 ആദ്യമായി നിങ്ങളുടെ MLA ആവുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് 3ാമത്തെയോ 4ാമത്തെയോ ദിവസമാണ് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ആദ്യമായി ചെയ്തതെന്താണെന്നറിയോ? അന്ന് എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന മമ്മിക്കുട്ടിക്കയുടെ വീട്ടിലേക്ക് നേരിട്ട് ചെന്ന് അദ്ദേഹത്തിൻ്റെ ആശീർവാദങ്ങൾ വാങ്ങുകയായിരുന്നു. അദ്ദേഹവുമായിട്ട്
അരമണിക്കൂറോളം നേരം നാടിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ഇന്ന് അദ്ദേഹം ഷൊർണൂരിൽ MLA ആണ്. വീണ്ടും അദ്ദേഹം മത്സരിക്കുകയാണ് അവിടെ. അതിനുശേഷം എൻ്റെ മുൻഗാമികളായിട്ടുള്ള ശ്രീ TP കുഞ്ഞുണ്ണിയെ ഞാൻ നേരിട്ട് കണ്ടു. അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞു. ഏതെല്ലാമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹമായിട്ട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന ശ്രീ VK ചന്ദ്രനെ നേരിട്ട് കണ്ടു. അന്തരിച്ചുപോയ ശ്രീ E ശങ്കരേട്ടനെ നേരിട്ട് കണ്ടു പല അവസരങ്ങളിൽ. ഏതായാലും കഴിഞ്ഞ 5 വർഷം ഇപ്പോഴത്തെ MLAയിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു അനുഭവവും ഭാഗ്യവശാൽ എനിക്കുണ്ടാവേണ്ടി വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. VT ബൽറാമുമായിട്ടൊന്നും അദ്ദേഹത്തിന് ഒരു സൗഹൃദവുമില്ല. ഇവിടെ ഇരിക്കുന്ന ആരുമായിട്ടില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് സൗഹൃദം അങ്ങ് ഡൽഹിയിലൊക്കെയാണ് അല്ലേ. വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന, ഗോലി മാറോ സാലോക്കോ എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ആളുകളെ മതം നോക്കി വെടിവെച്ച് കൊല്ലണമെന്ന് പറയുന്ന കൊടും വർഗീയവാദി, വംശഹത്യയുടെ നായകൻ അനുരാഗ് ഠാക്കൂറിനെ പോലുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരായി അദ്ദേഹം തന്നെ സ്വയം പരിചയപ്പെടുത്തിയത്. ഇപ്പോഴത്തെ മുദ്രാവാക്യം കേൾക്കുമ്പോഴും ആ നിലയിലുള്ള വല്ല സ്വാധീനം ഉണ്ടോ സംശയിക്കുകയാണ്. എന്തോ ഹാപ്പിയാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. എനിക്കത് കേട്ടപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് 2004 തെരഞ്ഞെടുപ്പിൽ അന്ന് വാജ്പേയിയുടെ കാലത്ത് BJP ദേശീയ തലത്തിലിറക്കിയ ഇന്ത്യ ഷൈനിങ് എന്നുള്ള മുദ്രാവാക്യമാണ്. ഇന്ത്യ ഷൈനിങ് എന്നായിരുന്നു അന്ന് അവരുടെ മുദ്രാവാക്യം അല്ലേ. ഇന്ത്യ തിളങ്ങുന്നു. അതുപോലെ ഒരു മുദ്രാവാക്യ രൂപത്തിലാണ് ഇപ്പൊ കടന്നു വരുന്നത്. ഏതായാലും ശരി, ആ നിലയിലുള്ള ജനാധിപത്യത്തോട് അല്ലെങ്കിൽ ജനാധിപത്യ മര്യാദകളോട് ലവലേശം അനുകമ്പ കാണിക്കാത്ത, താല്പര്യം കാണിക്കാത്ത ആളുകൾ ഒരു വേദിയിലുള്ള സംവാദം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങട്ടെ. അതിനുശേഷം നമുക്ക് തൃത്താലയിലുമാകാം. ഒരു തരത്തിലും വികസന കാര്യങ്ങളിൽ നിന്ന്, അതിനെക്കുറിച്ചുള്ള ജനകീയ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുന്നവരല്ല. ചോദ്യം ചോദിക്കുന്നവരോട് അതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നവരല്ല ഐക്യജനാധിപത്യ മുന്നണിയുടെ ഞാനടക്കമുള്ള ഒരാളും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്.